ജമ്മു കാശ്മീരിൽ പ്രതിരോധം ശക്തമാക്കി സൈന്യം. ഏറ്റുമുട്ടൽ തുടരുന്ന പശ്ചാത്തലത്തിൽ കൂടുതൽ സൈനികരെ വിന്യസിച്ചു. വിവിധ മേഖലകളിൽ ഭീകരർക്കായി തെരച്ചിൽ തുടരുകയാണ്. അഫ്ഗാൻ ആയുധങ്ങൾ പാകിസ്ഥാൻ വഴി ജമ്മുവിലെത്തുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റുമുട്ടലുണ്ടായ ധോഡയിലും കുപ്വാരയിലും ഉൾപ്പെടെയാണ് ഭീകരർക്കായി സൈന്യം തെരച്ചിൽ ശക്തമാക്കിയത്. ഏറ്റുമുട്ടൽ തുടരുന്ന പശ്ചാത്തലത്തിൽ മേഖലകളിൽ കൂടുതൽ സേനയെ വിന്യസിച്ചു. കാശ്മീരിലെ പൂഞ്ചിലെ ഹോസ്പിറ്റൽ ഓഫീസ് ക്വാർട്ടേഴ്സിൽ നിന്ന് ഗ്രനേഡ് കണ്ടെത്തി. പൂഞ്ചിലെ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം സ്ഥലത്ത് പരിശോധന നടത്തി. കുപ്വാരയിലെ കേരൻ സെക്ടറിൽ ഇന്നലെ ഉണ്ടായ ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ സൈന്യം വധിച്ചു. ഇവരിൽ നിന്ന് ആയുധങ്ങളും പാകിസ്ഥാൻ തിരിച്ചറിയൽ രേഖയും കണ്ടെടുത്തു. അഫ്ഗാൻ ആയുധങ്ങൾ പാകിസ്ഥാൻ വഴി ജമ്മുവിലെത്തുന്നതായും റിപ്പോർട്ടുണ്ട്. M4 കാരബൈൻ, അസൾട്ട് റഫിളുകൾ ഉൾപ്പെടെയുള്ള അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ സൈന്യം കണ്ടെത്തി. ഏറ്റുമുട്ടലുണ്ടായ മേഖലകളിൽ നിന്നാണ് ആയുധങ്ങൾ ലഭിച്ചത്. ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ആഭ്യന്തര സുരക്ഷ വിലയിരുത്താൻ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാകാര്യ സമിതി യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു. യോഗത്തിൽ സൈന്യത്തിന്റെ പൂർണ്ണ വിന്യാസത്തിന് പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയെന്നാണ് സൂചന. 24 ഡൽഹി.